ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ബീഹാർ വോട്ടർ പട്ടികയെ ചൊല്ലി ലോക്സഭ സ്തംഭിക്കുന്ന കാഴ്ചയാണ് രാവിലെ കണ്ടത്. പാർലമെന്റിന് മുന്നിൽ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിച്ചു. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് ആവശ്യം. അതേസമയം വർഷകാല സമ്മേളനത്തിൽ തന്നെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടത്താനാണ് കേന്ദ്ര നീക്കമുള്ളതും. കൂടുതൽ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ നൽകും. ശരത്ത്, സഭ ഇന്നത്തേക്കും പിരിഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷ ബഹളം സജീവമായ സാഹചര്യമായിരുന്നു രാവിലെയും ഇപ്പോൾ 2 മണിക്കും കണ്ടത്. എന്താണ് അവിടെ നൽകാനാവുന്ന വിവരങ്ങൾ? ഗുഡ് ആഫ്റ്റർനൂൺ സംഗീത. ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷത്തിൻ്റെ പ്രക്ഷുബ്ധമായ മുദ്രാവാക്യ വിളിയാണ് കണ്ടത്. ഭരണപക്ഷത്തിനും സ്പീക്കർക്കും അല്ലെങ്കിൽ രാജ്യസഭാ വൈസ് ചെയർമാനും ഈ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇന്ന് ഇരു സഭകളും നാളെ രാവിലെ 11 മണി വരെയിലേക്ക് നിർത്തിവെച്ചത്. നാളെ രാവിലെ 11 മണിക്ക് സഭ വീണ്ടും സമ്മേളിക്കും. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഇരു സഭകളുടെയും ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി കാര്യോപദേശ സമിതി യോഗം ചേരുന്നുണ്ട്. വെള്ളിയാഴ്ച സ്വകാര്യ മെമ്പർമാരുടെ ബില്ല് അവതരണ സമയമാണ്. അതുകൊണ്ട് തന്നെ അത് അനുവദിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ പാർലമെൻ്ററി കാര്യ മന്ത്രിയുടെ ആവശ്യം. അതിനുവേണ്ടി ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ചേരുകയാണ്. ബീഹാറിലെ വോട്ടർ പട്ടിക പുനഃക്രമീകരണം SIR സംബന്ധിച്ചുള്ള രൂക്ഷമായ എതിർപ്പാണ് ഇന്ന് ഇരുസഭകളും. അതിനു മുമ്പ് പാർലമെൻറ്റിൻ്റെ കവാടത്തിലും പ്രതിപക്ഷം ഇന്ത്യ സഖ്യകക്ഷികൾ നടത്തിയത്. ആം ആദ്മി പാർട്ടി ഒഴികെയുള്ള മുഴുവൻ പ്രതിപക്ഷ കക്ഷികളും ഈ ധർണയിൽ പങ്കുചേർന്നു എന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ കഴിയുന്നത്. ഏതായാലും പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ഒരു ധർണ ഇന്ന് പാർലമെൻറ്റിലും പുറത്തും, അതായത് ധർണയിലും ഒക്കെ കാണാൻ കഴിഞ്ഞു. ഏറെ കാലത്തിനകം സോണിയാഗാന്ധി ധർണയ്ക്ക് നേതൃത്വം നൽകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ സർക്കാർ ആവട്ടെ ബീഹാറിൻ്റെ കാര്യത്തിൽ ഒരു ചർച്ചയ്ക്കും തയ്യാറില്ല എന്നൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സംഗീത പരിഗണനാ വിഷയമാണ് എന്നുള്ള നിലപാട് പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയത്. എന്നാൽ തേജസ്വിനി യാദവ് ആവട്ടെ RJD ആവട്ടെ SIR നടക്കുകയാണെങ്കിൽ തങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കും എന്ന ഭീഷണിയും മുഴക്കിയിട്ടുണ്ട്. ഏതായാലും ബീഹാർ വിഷയം വളരെ കാര്യമായ രീതിയിൽ ഇരു സഭകളിലും പ്രതിഫലിക്കുന്നു എന്ന് വേണം പറയാൻ. ഇതിനിടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് സംഗീത BJP സമ്മേളനം ഉന്നതതല യോഗം ചേരുകയും എത്രയും പെട്ടെന്ന് പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് മുൻതൂക്കം നൽകാനുള്ള തീരുമാനമാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട്. മൺസൂൺ സമ്മേളനത്തിന് അവസാനിക്കുന്ന മുമ്പേ തന്നെ പുതിയ ഉപരാഷ്ട്രപതിയെ കണ്ടെത്താനാണ് BJPയുടെ നീക്കം. ശശി തരൂർ മുതൽ നിരവധി പേരുകളിലാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. ഏതായാലും പ്രധാനമന്ത്രി തിരിച്ചെത്തിയ ശേഷം ഇക്കാര്യത്തിൽ വ്യക്തമായൊരു തീരുമാനമുണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. സംഗീത, ശരി. ഡൽഹിയിൽ നിന്ന് ശരത് ലാലാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. തായ്ലൻഡ്